ആമേൻ. ആമേൻ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ആമേൻ. നിങ്ങളോ ക്രിസ്തുവിൻ ഉള്ളവർ. ക്രിസ്തു. ആമേൻ. സ്തോത്രം. ഞാൻ നിങ്ങൾ ആ കര ഒന്നും കൊടുത്തിട്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. പ്രൈസ്. നമ്മൾ ആർക്കുള്ളവരാണ്? ആമേൻ. സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. നമ്മൾ പ്രിയ വിജയ ബ്രദറിൻ്റെ ഭവനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. വിജയ ബ്രദറിൻ്റെ ആമേൻ എൽഡർ ബ്രദറാണ് മരണപ്പെട്ടത്. ഫ്യൂണറൽ സർവീസൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വൈഫ് ആ വിവരങ്ങൾ അറിഞ്ഞത്. വളരെ വേദനയിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത്. പ്രിയ മാർഗരറ്റ് സിസ്റ്ററും കുഞ്ഞുങ്ങളും കടന്നു വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് പിന്നെയും പ്രാർത്ഥിക്കണമെന്നൂടെ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു. I just want to remind you all that we should remember dear brother Vijay and his family in prayers, especially as they're going through a very difficult time of grief and separation. Especially pray for his brother's family, his brother's wife and the rest of the family, that God would give them comfort and peace, and that we might be able to uphold them as a church in prayer. നമുക്ക് വേഗത്തിൽ വേദഭാഗത്തിലോട്ട് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. If we could turn our attention to the word of God. കഴിഞ്ഞ ആഴ്ച നാം ഓർപ്പിച്ചായിരുന്നു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. Last time we were able to meditate on the passage that you are the temple of God. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. That the Spirit of God resides within you. നിങ്ങൾ ഇത് അറിയുന്നില്ലയോ എന്നാണ് ചോദിച്ചത്. Do you not know is the question. കാരണം ഒരു കൃപാവരത്തിന് കുറവില്ലാത്ത സഭയായിട്ടാണ് പുറത്തറിഞ്ഞത്. Because they were known as a church which had lack in no spiritual gift. പക്ഷേ പരിശുദ്ധാത്മാവ് വിവേചിച്ചപ്പോൾ മനസ്സിലായി അകത്ത് മന്ദിരമാകുന്ന വിശുദ്ധ മന്ദിരത്തിനകത്ത് വേണ്ടാത്തത് കാണാൻ പാടില്ലാത്തത് പലതും അടിഞ്ഞു കൂടി കിടന്നപ്പോൾ അവരെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ സാധാരണ ആൾക്കാരല്ല, ആത്മാവ് വസിക്കുന്ന വിശുദ്ധ മന്ദിരമാണ്. But when the Spirit of God analyzed them as a church, though outwardly they appeared to be spiritual and they appeared that they were not short in any of the spiritual gifts, the Spirit was able to discern and see that within them there was all sorts of immorality, there was all sorts of disunity and all sorts of evil and malice and strife, that the Spirit of God reminds them and asks them the question, do you not know that you are the temple of the living God? Many times we forget who dwells within us. We forget who we are. We were reminded, hallelujah, that God wishes to reveal his glory, to descend with all his glory upon us. ഇസ്രായേൽ മക്കളുടെ ജീവിത യാത്രയുടെ സക്സസ് എന്ന് പറയുന്നത് അവരുടെ കഴിവോ മന്നയോ കുടിച്ച വെള്ളമൊന്നുമല്ല, മാറാതെ അവരുടെ നടുവിൽ വെളിപ്പെട്ടു നിന്ന ദൈവത്തിന്റെ തേജസ്സാണ്, ദൈവത്തിന്റെ മഹത്വമാണ് അവരുടെ യാത്രയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. The success of the journey of the Israelites was not the manna they received. It wasn't their ability, it wasn't their leader, it wasn't any of their organizational skills, it wasn't any of these things. It was the presence and the glory of God that journeyed along with them. സമാഗമന കൂടാരം നടുവിൽ വെച്ചിട്ട് ജനത്തിന്റെ നടുവിൽ ദൈവം വസിക്കുകയാണ്, മഹത്വം ഇറങ്ങി നിൽക്കുകയാണ്. Because the tabernacle was placed in the midst of the congregation and God resided in the midst of his people. പിന്നീട് ശലോമോൻ ആലയം പണിതു, അതിന്റെ അകത്തെ തേജസ് ആ മഹത്വം ഇറങ്ങുകയാണ്. And afterwards Solomon built the temple and the glory of God descended within that temple. ബാബേൽ ശക്തികൾ അതിനെ പൊളിപ്പാനിടയായി തീർന്നു. The powers of Babylon destroyed the first temple. പിന്നീട് പണിതിട്ട് മഹത്വം വന്നതായിട്ടൊന്നും നമ്മൾ വായിക്കുന്നില്ല. And after, when it was rebuilt, we don't read that the glory returned.
പ്രൈസ് ദി ലോർഡ്. എസെക്കിയേൽ പറയുന്നത് കാണുന്നുണ്ട്, യഹോവയുടെ മഹത്വം ആലയത്തിൽ നിന്ന് പതുക്കെ പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി, മാറാനായിട്ട് തുടങ്ങി. We read in the prophet Ezekiel as he writes that the glory of God started to seep away, it started to drift away from the temple of God. അവൻ മനഃപൂർവ്വം മാറിയതല്ല. It's not purposely that it left. അവൻ ആലയത്തിന്റെ അകത്ത് അശുദ്ധി വെളിപ്പെട്ട് വരുമ്പോൾ മഹത്വത്തിന് അവിടെ നിൽക്കുവാൻ കഴിയത്തില്ല. When impurity, when hallelujah the temple is defiled, when it is full of all unholy, ungodly things, the glory of God cannot remain there. അവൻ പടിവാതിൽക്കൽ നിന്ന് മഹത്വം മാറി, കൃപാസനത്തിൽ നിന്ന് മഹത്വം മാറി, അവൻ ആലയത്തിന്റെ പുറത്ത്, നഗരത്തിന്റെ പുറത്ത് മഹത്വം പോകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. The glory of God slowly had to depart from hallelujah the mercy seat, from the hallelujah holy place, from the outer court, and it was away so that it was outside the temple court. അവൻ മഹത്വമുള്ളിടത്തോളം കാലം ഒരു ബാബൽ ശക്തികൾക്കും അതിനെ തകർക്കുവാൻ, അതിനെ ഒട്ടയ്ക്കുവാൻ കഴിയത്തില്ല. എപ്പോൾ മഹത്വം നീങ്ങിപ്പോയോ അന്ന് ശത്രു അകത്തു കയറുവാനിടയായി തീർന്നു. So long as the glory of God remains within the temple, no powers of Babylon would be able to destroy the place of God. But as soon as the glory, hallelujah, it moves away, soon as the glory departs, there the powers of darkness will come and consume and destroy the temple of God. Praise the Lord. Hallelujah. പിന്നെ അങ്ങനെ ഒരു മഹത്വം കാണുന്നതായിട്ട് കാണുവാൻ കഴിയുന്നില്ല. We don't see this kind of a glory again. അവൻ പിന്നീട് ലൂക്കോസിന്റെ സുവിശേഷം 2:9 ആമേൻ. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി, അവർ ഭയവശരായി തീർന്നു. ഇടയന്മാർ കാണുകയാണ് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരുന്നത്. And then we see in Luke, hallelujah, chapter 2 verse 9, that the angel of the Lord came and the shepherds beheld the glory of God. അത് മറ്റൊന്നുമല്ല, അവൻ തേജസ് വാരി ചുറ്റിയ കർത്താവ് അവന്റെ മഹിമ വിട്ടിട്ട് കൂടെ വസിക്കുവാൻ, ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ എന്ന് പറയുവാൻ, ഇതാ അവൻ ജഡത്തിൽ അവതരിച്ച് ഇറങ്ങി വരുമ്പോൾ അവൻ സ്വന്തം വെളിയിൽ കിടന്ന അവൻ ഇടയന്മാർ അവന്റെ മഹത്വം കാണുകയാണ്. And this is nothing else, God, hallelujah, Jesus, who is wrapped in all the glory, the brilliance of God, left the glories above and came down into this lowly world. And so when he, hallelujah, made his entrance, there was the angels, hallelujah, who appeared to the shepherds, even as they were far away in the fields, hallelujah, away from the city and the temple. They were able to see the glory of God. Praise the Lord. കർത്താൻ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആമേൻ കൊലോസ്യരിൽ ഒരു വാക്യമുണ്ട്, മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ. Hallelujah. But after the resurrection of Christ, we read, hallelujah, verse in Colossians, it says, Christ, who is the hope of glory. കൊലോസ്യർ 1:27 വായിച്ചേ. Colossians 1 verse 27. 1:27. അവൻ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. കര ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടുത്താട്ട്. Christ, the hope of our glory. അവൻ സ്വന്തം സമാഗമന കൂടാരത്തിൽ വെളിപ്പെട്ട മരുഭൂമി യാത്ര പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി വെളിപ്പെട്ട ശലോമോൻ പണിത ആലയത്തിനകത്ത് ഇറങ്ങി വന്ന അതേ മഹത്വം, അതേ തേജസ് ഇത് ഞാൻ നിന്ന ദൈവത്തിന് മന്ദിരം എന്ന് പറഞ്ഞ നമ്മുടെ അകത്ത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്ത് ഇരിക്കുന്നു. Behold the glory of God that was resting, hallelujah, upon the tabernacle. The glory of God that appeared as a pillar of fire and a pillar of cloud to lead the Israelites. The glory of God that came in the temple of Solomon. The glory of God that was so majestic and hallelujah, brilliant for the people of Israel. Now we are told in the New Testament that the glory of God resides in you. Amen. ഒന്ന് പറഞ്ഞേ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ അകത്ത് ഇരിക്കുന്നു വിശ്വാസത്തോടെ പറഞ്ഞേ. Can you declare Christ, who is the hope of glory, dwells in me? ഒന്ന് പറഞ്ഞു, ഒന്ന് വാക്കുകൾ വചനം തുറന്ന് Can you പറഞ്ഞേ. repeat after me? Christ, the hope of glory, dwells in me. ആ രോഗാത്മാവ് കേൾക്കട്ടെ, Christ, the അന്ധകാരം hope of കേൾക്കട്ടെ, glory, ആ ദേശശക്തി dwells in കേൾക്കട്ടെ. me. നിന്റെ അകത്ത് Christ, ആ the hope of മഹത്വത്തിന്റെ glory, ആ തേജസ്സിന്റെ dwells in ക്രിസ്തു me. നിന്റെ അകത്ത് വസിക്കുന്നു. Let the enemy hear it. Let the powers of darkness hear. Christ, the hope of glory, dwells in me.
അവൻ ഈ മഹത്വം പോകരുത്. We shouldn't lose this glory. അന്ന് ആലയത്തിൽ നിന്ന് മാറി 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 പോയതുപോലെ കുഞ്ഞ് നിരക്ഷിക്കപ്പെട്ടത്, സ്നാനപ്പെട്ടത്, അഭിഷേകം പ്രാപിച്ച സഭയ്ക്കകത്ത് സഭായോഗത്തിന് വരുന്നുണ്ട്. പക്ഷേ ആ മഹത്വം നിന്റെ അകത്തുനിന്ന് ആമി വാണിങ്സ് തന്നിട്ടും മുന്നറിയിപ്പ് തന്നിട്ടും മടങ്ങി വരുവാൻ അവസരം തന്നിട്ടും നീ ഏറ്റുപറയാതെ മടങ്ങി വരാതെ നീ മറുതലിച്ചാൽ ആ മഹത്വം നിന്നിന്ന് പോയാൽ പുറത്തുള്ളത് നിന്റെ അകത്തു കയറുവാനിടയായി തീരും. Dear child of God, do not allow in your life that the glory of God would depart from within you, just like it departed from the temple back in the Old Testament as it slowly began to be pushed out because of the unholy impurities that were taking place within the temple. If you lose the glory of God because you are defiled, because you are unholy, and the glory of God cannot remain, do not allow that to happen in your lives. ശത്രു പോരാടിച്ചിട്ടോ വെല്ലുവിളിക്കാഞ്ഞിട്ടൊന്നുമല്ല, അനർത്ഥമായി അപകടമായി കെടുതിയാൽ പലതും വന്നിട്ടും നിനക്ക് ദോഷമായി വരാത്തതിന്റെ കാര്യം അവന് ഈ മഹത്വം എവിടെയിരിക്കാൻ നീ അവസരം കൊടുത്തത് കൊണ്ട്, ഈ തേജസ് നിന്റെ അകത്ത് ഉള്ളത് കൊണ്ട് ഒരു പരിധിക്കപ്പുറം നിന്നെ തൊടാൻ പിശാചിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. It's not that the enemy has not been waging war against you. It's not that the enemy hasn't been trying to attack and destroy you. It's not that Satan has gone on vacation and has prevented his fiery arrows from reaching your lives. It's because somewhere, somehow in your hearts and in your lives, the glory of God remains. And so there is a protection. There is a covering from the darkness of the enemy, from the attacks of the enemy, from prevailing in your life. Praise the Lord. അതുകൊണ്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് നന്ദി പറഞ്ഞു അകത്തിരിക്കുന്ന ആരാ? And so you should be grateful because who resides in you? കർത്താവ് തീഷ്ണതയുള്ള ദൈവമാണ്. Our God is a zealous God. അവൻ തന്റെ മഹത്വം മറ്റൊരുത്തനെ വിട്ടുകൊടുക്കാൻ സമ്മതിക്കത്തില്ല. He does not allow anyone else to take his glory. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ മഹത്വം നിന്റെ കൂടെ ഇരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അതിന് വിരുദ്ധമായി എന്തെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആദ്യം വേണ്ടത് ആ മഹത്വം മടങ്ങി വരട്ടെ, ആ തേജസ് മടങ്ങി വരട്ടെ. നിന്റെ അകത്ത് ഇരിക്കത്തക്ക രീതിയിൽ, നിന്റെ അകത്ത് വസിക്കത്തക്ക രീതിയിൽ നഷ്ടപ്പെട്ട തേജസ്, നഷ്ടപ്പെട്ട മഹത്വം ഇന്ന് പകൽക്കാലം മടങ്ങി വരട്ടെ. If you don't want his glory, that's fine. He won't force it upon you. But dear child of God, when God wishes to pour out his glory upon you, when he wishes to dwell in your hearts and minds with all of his glory and all of his power, do not allow the impurities of your life, the unholiness of your life, do not allow it to push out the glory of God. അതിനുശേഷം കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അവസാനിക്കുമ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ. And then we are reminded in the verse that we just read, you belong to Christ. Hallelujah. While the enemy listens on, we should say, I belong to my Jesus. We should say with confidence, the enemy has no inheritance over you. The world has no claim over you. Sin has no claim over you. Because you belong to Christ. You belong to Christ. Hallelujah. Jesus wants you. Jesus wants each of you. It's no accident. He didn't fill you in because he didn't have enough. Before the foundation of the world, he had seen you, he had chosen you, he had called you by name. Hallelujah. Hallelujah. Amen. Thank you, Jesus. Hallelujah. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-20 വായിക്കുമ്പോൾ എന്തുകൊണ്ട് നാം കർത്താവിനുള്ളവർ? 1 Corinthians 6:19 and 20 reminds us. സ്തോത്രം. നിങ്ങളെ വിലയ്ക്ക് പറഞ്ഞ്, for you were bought with a price. എന്തുകൊണ്ടാണ്? നാം നമുക്കുള്ളവരല്ല, നമ്മൾ ആർക്കുള്ളവരാ?
We are not our own. Who do we belong to? നാം അറിയാതെ നാം പറയാതെ നമുക്ക് വിലയിട്ട് കർത്താവ് തിരിച്ചു വാങ്ങിച്ചു. Even without our knowledge, even while we were oblivious, Jesus had paid a great price for you and me. ചോദിച്ചോ എടാ മോനെ ജിബുവേ, ഞാൻ നിന്നെ എടുക്കാൻ പോവാ, വിലയ്ക്ക് വാങ്ങാൻ പോവാ, നീ വരുന്നോ? രക്തം കൊടുക്കാൻ പോവുക, ജീവൻ കൊടുക്കാൻ പോവുക, നീ വരുന്നോ? ചോദിച്ചോ. Was there a conversation? Did he come and ask any one of you, listen, I'm going to pay for you. This is the price that I've set. I'm going to pay a great price and buy you with my precious blood. Was there such a conversation? I mean, എന്നെ യേശു വിലയ്ക്ക് വാങ്ങി ഉറപ്പുള്ള എത്ര പേരുണ്ട്? How many of you are sure that Jesus has paid a price for you? സന്തോഷത്തോടെ കർത്താവിന് മഹത്വം കൊടുത്തേ. Hallelujah. പാപത്തിൽ നിന്ന് ലോകത്തിൽ നിന്ന് അന്ധകാരത്തിൽ എവിടെയൊക്കെയോ നിത്യ നരകത്തിൽ പോകേണ്ട നിന്നെ അവൻ വില നിനക്കറിഞ്ഞില്ലെങ്കിലും നിന്നെ സ്നേഹിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പാപത്തോടുകൂടെ കുറുബകളോടുകൂടെ ബലഹീനതയോടുകൂടെ സ്നേഹിച്ച യേശു വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് കുഞ്ഞ് നീ ലോകത്തിനുള്ളതല്ല, നീ കർത്താവിനുള്ളതാണെന്ന്. Oh, while you were in darkness, while you were lost, while you were slave to sin, even though you were full of darkness, even though you were full of shortcomings and failures and flaws, it's not after he waited for you to become perfect that he bought you. Even while you were yet sinners, Christ so loved you that he gave a great price and he bought you. So you do not belong to the world, you do not belong to the enemy, you belong to Christ. Hallelujah. Hallelujah. പിശാചിനെ നന്നായിട്ട് അറിയാൻ കർത്താവിനുള്ളവരെ. The devil knows those who belong to Christ. കർത്താവ് ഇത് അവന്റെ നമ്മളെപ്പറ്റി നമ്മളാണ് ദൈവത്തിന്റെ സമ്പത്ത്. We are the treasure of God. What a privilege. നമ്മളാണ് ദൈവത്തിന്റെ സമ്പത്ത്. Oh, we are the wealth of God. നീ കർത്താവിനുള്ളവരാണ്. You belong to God. പലപ്പോഴും പറയത്തില്ല എനിക്ക് ആരുമില്ല, എന്നെ ആര് സഹായിക്കും, എന്നെ ആര് കരുതും, എനിക്ക് വേണ്ടി ആര് ഇന്ന് പ്രിയരെ നീ ആരാ ഇന്ന് പകൽക്കാലം നാം കർത്താവിനുള്ളവനാണ്. നമ്മുടെ അപ്പൻ സ്വർഗീയ പിതാവാണ്, നമ്മുടെ ഉടമസ്ഥൻ രാജാതി രാജാവാണ്. അവനുള്ളിടത്തോളം കാലം ഞാൻ നിന്നെ ഒരു നാളും അനാഥരായി കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല. Many times we say to ourselves, I have no one, I'm all alone, nobody wants me, I have no value, I have no worth, there is no one who cares for me, there is no one who loves me. Dear child, dear son, dear daughter, ask yourself this question: who are you? Who do you belong to? The word of God reminds us you have been bought with a great price, you have been redeemed by the blood of the Lamb, you are belonging to God. So the world cannot claim you, the enemy cannot claim you. You are a son, a daughter of the King of Kings. നാം കർത്താവുള്ളവരായതുകൊണ്ട്, നാം ദൈവത്തിന് സമ്പത്തായതുകൊണ്ട്, ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ നാം സ്വർഗീയ പൗരന്മാരായതുകൊണ്ട് പിശാചിനൊരു പ്രത്യേക സ്നേഹം നമ്മളോടുണ്ട്. Because we belong to God, because we have been redeemed with a great price, the price of the innocent blood of the Lamb of God, because we are citizens of heaven, the enemy has a special kind of favor towards us. നമ്മളെ കാണുമ്പോഴേ അകത്തുള്ള മഹത്വം അവന് മനസ്സിലാവും. As soon as the devil sees you, he recognizes the glory that dwells in you. നമ്മൾ നോക്കിയാൽ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. We look at each other and we don't even think twice. പക്ഷെ പിശാച് നോക്കുമ്പോൾ അറിയാം അകത്ത് വസിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിന്റെ ആ സാന്നിധ്യം ദുഷ്ടാത്മാവൊക്കെ കാണാറിയാം. ആ രക്തത്തിന്റെ പ്രൊട്ടക്ഷൻ ഇതൊക്കെ കാണുമ്പോൾ അവൻ അറിയാം ഇവൻ സ്വർഗത്തിന്റെ വകയാണ്, ദൈവത്തിന്റെ സമ്പത്താണ്. ഇതുകൊണ്ട് നിന്റെ മേൽ ശത്രു ദൃഷ്ടി വെക്കും, നിന്നോട് ശത്രു പോരാടാനിടയായി തീരും. Oh, but you need to understand that even though you and I look at each other and we don't see anything special, the devil peeps around the corner and he sees that this man, this woman, this child who is walking, they have, hallelujah, a glory that resides within them. They have a power of God that is upon them. They have the seal of the blood of the Lamb upon their lives. They have the protection of God, the angels of God, the surrounding love that covers them. That's what the enemy sees. നമ്മുടെ നാട്ടില് സ്തോത്രം ഏതെങ്കിലും പാർട്ടിയിൽ നന്നായിട്ട് വാക്ചാതുര്യത്തോടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും അവർ നിന്നാൽ ജനം കേൾക്കുകയും പറയും സ്വാധീനമൊക്കെ ഉള്ളവരെ കണ്ടാൽ അപ്പുറത്തുള്ള പാർട്ടിക്കാർ നോട്ടം വെക്കും, ഇവനെ എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടിയ മുതല.
In the political field, if there are two opposing parties and one particular governmental party stands for election and they notice that one of their spokesmen is very eloquent and articulate, able to convey the policies of that party, and the people are listening, they're very engaged, and they're interacting with this person, the opposing team, the opposing party will set their eyes on that person and decide somehow we need to get him onto our side. രഹസ്യമായ സംസാരങ്ങളും ധാരണകളും ഇങ്ങനെ ഉണ്ടാകും. And there will be secret plans and schemes to try and to bring him over. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു തുകയുണ്ട്, 1000, 1,00,000, 4,00,000, 4 കോടി. പക്ഷെ ഇപ്പം ചാക്കാണ്. ഇത്ര ചാക്ക് നിനക്ക് ചേരാ, നീ ഞങ്ങളുടെ കൂടെ. നമ്മൾ കണ്ടതല്ലേ വാർത്തയ്ക്കകത്തൊക്കെ വണ്ടിക്കണക്കിന് MLA-മാരെ കൂടെ ഒറ്റ രാത്രി എന്ത് ചെയ്ത്. അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട്, കൂട്ടത്തിൽ കൊള്ളാവുന്നവനെ അവർക്ക് വേണം. കാരണം അവർ നാളെ പറയണം, ഇത്രയും നാൾ ഞാൻ ഇന്നാരായിരുന്നു, ഇന്ന് ഒരു മീഡിയ ഒക്കെ വിളിച്ച് എല്ലാവരും മുമ്പിൽ വെച്ച് പറയും, കണ്ട് ഇന്ന് ഞങ്ങൾ പൊന്നാടിയിട്ട് സ്വീകരിച്ച് ഇന്ന് മുതൽ അവൻ ഞങ്ങളുടെ പ്രവർത്തകനാന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ്. ആർക്ക്? ഒരു മാസം കൊണ്ട്, ഒരു വർഷം കൊണ്ട് പതുക്കെ വീട്ടിൽ പോയി ഓഫർ കൊടുത്തു. 1,00,000, 2,00,000, 1 കോടി, 2 ചാക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം അപ്പുറത്തിരുന്നവൻ ഇപ്പുറത്തിരുന്നു കൊണ്ട് ഇത്രയും നാളും ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞവൻ ഇപ്പുറത്തിരുന്ന് അവൻ ആര്, അവൻ ഏത് പാർട്ടി, അവൻ ഗുണമല്ലെന്ന് പറയുമ്പോൾ കാര്യം കൊടുത്തവർക്ക് വലിയ സന്തോഷം. പറയണമെന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ കാര്യം ഇതുപോലെ തന്നെ ക്രിസ്തുവിനുള്ള നിന്നെ നോക്കി അവന്റെ പക്ഷത്താക്കാൻ നീ പോലും അറിയാതെ നിന്നെ സ്വാധീനിക്കുന്ന, നിനക്കല്പം സന്തോഷം തരുന്ന, നിനക്കല്പമൊക്കെ രസം തരുന്ന പാപത്തിന്റെ ശക്തികൾ, പാപത്തിന്റെ വഴികൾ പുറകിലൂടെ കടന്നു വന്ന് നിന്നെ മാടി വിളിക്കുമ്പോൾ, കുഞ്ഞേ, നിന്റെ അകത്ത് വസിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ജീവനാഥനെ നീ ഉപേക്ഷിക്കരുത്. രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നീ ക്രിസ്തുവിനുള്ളവർ. Hallelujah. Thank you, Jesus. Hallelujah. Thank you, Master. See, let me break it down for you real quick. If you watch football or basketball, you'll understand that there are various teams that play, and each team has their star player. But the opposing team will look at the end of the season and decide that I want that player on my team. That's what the coaches and the managers will say. We want those good players who scored all the goals, who were able to get that 3-pointer on our team for the next season, so that we will do better than all the other teams. In the same way, we need to recognize that the enemy is looking to see who is on God's side, and the enemy looks and says, that person who is being used for God, that person who is sealed with the blood of the Lamb, that person who is carrying the glory of God, I want to bring him away, draw him away from his allegiance to Christ and bring him to my side. So in the next season I can say, this guy, he was with Jesus last season, but this time he's on the dark side. Hallelujah. He's with me. So dear children of God, we must remember that we belong to Christ. നിങ്ങൾ അവന്റെ പക്ഷമല്ല, അവർ നിന്റെ പക്ഷം ചേരും. Hallelujah. They will not. Hallelujah. We will not join them, rather they will join our side. പ്രിയരേ, യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരാ? ക്രിസ്തുവിനുള്ളവർ. Dear children, who are you? You belong to Christ. ലോകം നിങ്ങളെ വിളിക്കും കേട്ടോ. The world will call you. പാപം നിങ്ങളെ കടന്നു പിടിക്കും. Sin will try to tempt you. മോഹങ്ങൾ നിങ്ങളുടെ പുറകെ വരും. The lusts of this world will chase after you. ധൈര്യത്തോടെ പറയണം, ഞാൻ നിനക്കുള്ളതല്ല, ഞാൻ എൻ്റെ കർത്താവിനുള്ളതാ. But with boldness and with courage you must say to all of these temptations, I do not belong to you. I do not belong to the world. I belong to Christ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളെന്നെ, ഓ വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളെന്നെ സുന്ദരനാമനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാഗോധരാം ചാരന്മാരെ ഭാരിക്കുമോ വത്സല. ഈ മണ്ണ് പ്രതി മാണിക്യം വെടിയുകിൽ, ഓ ഈ മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല. ഞാൻ സുന്ദരനാമനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാഗു
ദുർബലം ചാരന്മാരെ ഭാരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിനുള്ളവർ belong to Christ. ദൈവസഭ ക്രിസ്തുവിന് വേണ്ടിയാണ്. The church is for Christ. നമ്മുടെ തലമുറ കർത്താവിന് വേണ്ടിയാണ്. Our children are for Christ. നിനക്കുള്ള കുടുംബ ജീവിതം കർത്താവിന് വേണ്ടിയാണെന്ന്. Your family life belong to Christ. നിനക്ക് ആയുസ് തന്നെങ്കിൽ, ജോലി തന്നെങ്കിൽ, സമ്പത്ത് നൽകിയെങ്കിൽ, കഴിവ് നൽകിയെങ്കിൽ, ടാലന്റ് നൽകിയെങ്കിൽ ഓർത്തോണം അത് ദൈവത്തിന് വേണ്ടിയാണെന്ന്. If you have ability, if you have talent, if you have wealth, if you have a family, if you have life in your bones, it belongs to Christ. അവൻ ഇന്ന് പകലിൽ എന്തെങ്കിലും കർത്താവിന് കൊടുക്കാത്തതുണ്ടെങ്കിൽ സകലതും ഇന്ന് രാപകലിൽ കർത്താവിന് വിട്ടുകൊടുത്ത്. Today, if there is anything that you're holding back, that you haven't given to Him, I encourage you, give all that you have. Let it belong to Jesus. രക്തം കൊടുത്ത വിലയ്ക്ക് വാങ്ങി. With a great price, the price of His blood, He has redeemed you. With His life, He has redeemed you. We do not belong to ourselves, but we belong to God. ഗലാത്യലേഖനം 3:29 പറയുന്നു, ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും. Galatians 3:29 reminds us that if you be Christ, then you are Abraham's seed and heirs according to the promise. ആമേൻ. സ്തോത്രം. വെറുതെ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം അടച്ച് നമ്മളെ ഇങ്ങനെ വീർപ്പുമുട്ടിക്കുന്ന കർത്താവല്ല. കർത്താവിനുള്ളവനാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, അത് മനസ്സിലാക്കി നിൽക്കാമെങ്കിൽ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, വാഗ്ദത്ത പ്രകാരമുള്ള സകല അവകാശങ്ങളും നീ നിന്ന് കൊടുത്താൽ, നീ വിശ്വസ്തനായി നിന്നാൽ, കർത്താവിന് വേണ്ടി നിന്നാൽ, നീ പോലും അറിയാതെ നിന്റെ മേൽ വന്ന് വീഴാൻ കർത്താവ് വഴിയൊരുക്കുമെന്ന്. It's not an empty statement to say I belong to Christ. It's not something that you just swell up with pride and you claim it every day and then you just walk as if nothing has changed, but rather we are reminded through the scriptures that if you belong to Christ, then there is a certain standard, there are certain promises that you can claim, that are spoken on, hallelujah, that are spoken on your behalf, that are yours, that is your right to claim. ആമേൻ. ഗലാത്യലേഖനം 3 ആമേൻ സ്തോത്രം 2 കൊരിന്ത്യർ 10 അധ്യായം അതിന്റെ 7ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയുണ്ട്. 2 കൊരിന്ത്യർ 10 താൻ ക്രിസ്തുവിനുള്ളവനെന്ന് ഒരുത്തൻ ആശ്രയിച്ച് ഒരു ഉറപ്പ് വേണം, ഞാൻ ആർക്കുള്ളവരാണ്. We need to have a conviction that we belong to Christ. ആ ഒരു കൺവെൻഷൻ ഇല്ലെങ്കിലും ഒന്ന് പറഞ്ഞ് ഞാൻ കർത്താവുള്ളവനാണ്. And if you don't have that conviction, could you just say it right now? I belong to Jesus. നിങ്ങൾ 1-2 വട്ടം നിങ്ങൾ പറ. അത് എവിടെയെങ്കിലും ഹൃദയത്തിനകത്തോടൊന്ന് കേറട്ടെ. I'm not joking. I want you to take a moment. I'm going to give you 10 seconds just to say with your mouth, I belong to Jesus. Declare it. Let the enemy hear it. ഞാൻ ക്രിസ്തുവിനുള്ളവനാണ്. Because what the enemy wants is for you to stay silent. ഞാൻ ദൂത് പറയുന്നത് വെറുതെ പറയുകയല്ല. It's not an empty message that I'm sharing with you. നിന്നെ മറ്റൊരു തലത്തിൽ കാണാൻ ശത്രു ആഗ്രഹിക്കുന്നുണ്ട്. Because the enemy's greatest desire is to see you belonging to somebody else. അവന് പറയണം, തേമാസ് തേണ്ട എന്തിയേ പൗലോസിന് കൂടെ ഇപ്പം ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടു പോയി എന്നിട്ട് പൗലോസേ എന്തിയേ നിന്റെ കൂടെ നിന്നത് തേണ്ട ഇപ്പുറത്ത് വന്നു. If you know the scriptures, you'll recognize that Apostle Paul, when he finishes his letters, in one of the letters he says, Demas, hallelujah, who is with me has now left because of the things of this world. The riches of this world, they allured him, and he left the gospel and he went after the things of this world. And so the enemy comes and asks Paul, where is that man who joined with you? Where is he now? Hymenaeus, Alexander, വിശ്വാസ പടക ഒടഞ്ഞു പോയവർ. Hymenaeus and Alexander, their ships of faith have been wrecked. Praise the Lord. ചുരുക്കി പറഞ്ഞാൽ അതുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് ക്രിസ്തുവിനുള്ളവരാരും നാളെ എന്ത് ചെയ്യരുത്, മറ്റൊരു ഭാഗത്ത് നിന്നുകൊണ്ട് ഇവിടെ പാടി ആരാധിക്കുന്ന പിള്ളേർ അമിസ്വത്രം നമ്മളൊന്ന് വൈകിട്ട് പോകുമ്പോൾ അമ്മി റഷോമി വഴി സിഗരറ്റും വലിച്ച് അമിസ്വത്രം വെള്ളം അടിച്ച് നടക്കുന്നത് കാണരുത്. And so, dear children of God, it's all well and good that you're clapping your hands, singing your songs, wearing, hallelujah, the best clothes on a Sunday morning and coming to gather at church. But hallelujah, as soon as you leave and Monday comes along and you're no longer part of the church community, you're no longer present with all the believers, we shouldn't be seeing, the enemy shouldn't be able to see that you're drifting away from your commitment and dedication and devotion to God, and you're walking as the world walks, and there's no difference between you and a man of the world, because you're doing the things that the world does. You're saying the things that the world says. Praise the Lord. Hallelujah. ഈ ടീനേജിന്റെ സമയം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനോടും ഭയങ്കര ഇഷ്ടമാണ്.
See, this teenage season of your life is one in which you're very easily tempted, you're very easily allured to various things. അല്ലേ? Is it not? ഒരു ഇഷ്ടമില്ലാത്ത പിള്ളേർ, നല്ല തങ്കം പിടിച്ച പിള്ളേർ ഇവിടെ ഇരിക്കുന്നത്. സ്വത്രം ഇവർ നമ്മളോട് മാത്രമേ ഉള്ളൂ വലിയ ഇഷ്ടമൊന്നും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിച്ചാട്ട് നിങ്ങളെ ഇങ്ങനെ മാറി വിളിച്ചുകൊണ്ടേയിരിക്കും. See, the things of this world, the enemy will continue to tempt you and try to allure you with all this lovely calls. ഒരു കാര്യം, ദൈവഗീത വല്ലാത്തതിന് പുറകെ ഒന്നും പോകല്ലേ. Oh, but dear children of God, let me remind you with utmost humility, don't chase after anything that is contrary to the will of God. നല്ല പാട്ട് പാടി എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു, ഇനി ഞാൻ ഇവളെ തന്നെ കെട്ടത്തുള്ളെന്ന് പറഞ്ഞ് പാട്ട് കണ്ടുകൊണ്ടോ അമ്മീഷ്ടം ചാട്ടം കണ്ടുകൊണ്ടോ സൗന്ദര്യം കണ്ടുകൊണ്ടോ സ്മാർട്ട്നെസ് കണ്ടുകൊണ്ടോ ഉടനെ പോയി അങ്ങ് തീരുമാനം എടുക്കരുത്. നീ കർത്താനുള്ളവനാണെങ്കിൽ നിന്റെ റൈറ്റ് ടൈമിൽ നിനക്ക് റൈറ്റ് പേഴ്സണ്, റൈറ്റ് പാർട്ട്ണർ നിനക്ക് വേണ്ടത് മുഴുവൻ ഈ പാക്കേജിനകത്തുണ്ട്. ചാടി പോകരുത്, സ്തോത്രം, അപമാനം ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഒരു ഉറപ്പകത്ത് വേണം, ഞാൻ കർത്താവിനുള്ളവൻ. Just because, hallelujah, amen. Just because you see something that attracts you, you see someone who looks a certain way or has a certain skill, they sing well or they play the instruments well or they're really good at a certain kind of sport, don't just jump along and join the bandwagon and chase after them because your heart so tells you to. Don't follow your heart as the world hallelujah reminds you to or advises you to. The word of God says the heart is full of every evil thing. And so let me remind you through the scriptures, wait for the will of God, wait for the good and perfect will of God. In his good and perfect timing, he will appoint you and he will direct you and he will guide your steps to exactly who you should go to and where you should be. അതുകൊണ്ട് എന്ത് വന്നാലും നിങ്ങൾക്ക് എന്ത് വിഷയം വന്നാലും ദൈവസ്ഥലോട്ട് വെച്ച്, കർത്താവേ ഞാൻ അങ്ങയുടെ വകയാണ്. ഒരു വിഷയമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്, ഒരു താല്പര്യമുണ്ട്, തമ്പുരാൻ്റെ ഇതമുണ്ടെങ്കിൽ, ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ ഒന്ന് യെസ് പറയും, അല്ലെ നോ പറയും, അല്ലെ വെയിറ്റ് ചെയ്യാൻ പറയും. ദൈവത്തിൻ്റെ ഹിതത്തിന് ഇവിടെ നിന്നാൽ ഭംഗിയായി നമ്മുടെ ക്രിസ്തീയ ജീവിതം തികച്ചു നടം വരെ കർത്താവ് ഒരു ഉറപ്പ് എന്നെ ഒത്തിരി ധൈര്യപ്പെടുന്നൊരു വചനമുണ്ട്. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പം പോകും, അമ്മ പോകും, സഹോദരങ്ങൾ പോകും, കൂടപ്പറപ്പുകൾ പോകും. പക്ഷെ ക്രിസ്തു ഉള്ളവനാണെങ്കിൽ നിന്റെ മരണം വരെ സ്തോത്രം 6 അടി മണ്ണിനകത്ത് കുടിച്ചിടാൻ നേരത്തും കുറച്ച് പേരുടെ വരും. പക്ഷെ അതിന്റെ അപ്പുറത്തോട്ടും നിത്യത വരെ നിന്റെ കരം പിടിക്കാൻ ഈ കർത്താവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനുള്ളവൻ എന്നുള്ള ഒരു ബോധ്യം ഇന്ന് പകലിൽ ദൈവസഭയ്ക്കകത്തുണ്ടാകട്ടെ. And so guys, let me leave this hallelujah practical piece of advice with you. If you're taking notes, I want you to write this down, because hallelujah, whatever crossroads you come to in your life, whatever decision point you come to in your life, don't take a leap of self-understanding, basing your decisions on your own logic and your own desires and your own hallelujah on your own wishes. Rather, at every crossroad, at every decision point, to say, Lord, I belong to you. This is my desire. This is what I have to. This is what I'm thinking. These are my opinions. This is what I think I should do. But Jesus, not my will. Let your will be done, Father. I don't want to go after and chase the things of my heart. I want to chase what's in your heart, because there's a verse in the Word of God that really encourages me. It says, this is what Jesus says, but I will be with you even to the ends of the world, even to the ends of the age. The people of this world, your friends who try to advise you and give you compliments and try to encourage you, they will only be with you till a certain point. Even your mother and your father will only be able to be with you to a certain point. But there is one who carries you till the grave and even beyond, and his name is Jesus. And he says, you belong to me.